മലയാള സിനിമയിൽ വിജയ തുടർച്ചകളുടെ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. ഒന്നിനു പുറകെ ഒന്നായി വ്യത്യസ്തവും മികച്ചതുമായ പ്രോജക്റ്റുകളുമായി പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടി തന്റെ പുതിയ ചിത്രത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ തരംഗം സൃഷ്ടിച്ച ധനുഷ് ചിത്രം ഓമിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയ ഉടൻ തന്നെ മമ്മൂട്ടി തന്റെ അടുത്ത സിനിമയുടെ ലൊക്കേഷനിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു. ഫാലിമി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ സംവിധായകൻ നിതീഷ് സഹദേവ് ഒരുക്കുന്ന പുതിയ ചിത്രത്തിനാണ് മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ചു തുടങ്ങിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തനതായ സംസ്കാരവും ഭംഗിയും നിറഞ്ഞു നിൽക്കുന്ന കാരൈക്കുടിയിലാണ് ചിത്രത്തിന്റെ ഒന്നാം ഘട്ട ചിത്രീകരണം പുരോഗമിക്കുന്നത്. ജൂലൈ 28-നാണ് ഈ ചിത്രത്തിന്റെ പ്രധാന ഷൂട്ടിംഗ് ഔദ്യോഗികമായി ആരംഭിച്ചത്. കാരൈക്കുടിയിലെ ലൊക്കേഷനിലേക്ക് മമ്മൂട്ടി എത്തിയതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിമിഷം നേരം കൊണ്ടാണ് തരംഗമായത്. പതിവ് പോലെ ലളിതവും എന്നാൽ അതീവ മാസ് ലുക്കിലുമുള്ള വെള്ള മുണ്ടും ഷർട്ടും ധരിച്ചാണ് മെഗാസ്റ്റാർ സെറ്റിലേക്ക് എത്തിയത്. ലൊക്കേഷനിൽ നിന്നുള്ള തന്റെ ചിത്രങ്ങൾ മമ്മൂട്ടി തന്നെ നേരിട്ട് പങ്കുവച്ചതോടെ ആരാധകർ വലിയ ആവേശത്തിലാണ്. പ്രേക്ഷകരും നിരൂപകരും ഒരേപോലെ നെഞ്ചിലേറ്റി 8 സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 9ാമത്തെ ചിത്രമാണിത് എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. കൃത്യമായ പ്രൊജക്ട് സെലക്ഷനിലൂടെ മലയാള സിനിമയുടെ വിപണി മൂല്യം കൂട്ടിയ മമ്മൂട്ടി കമ്പനിയുടെ പുതിയ പടം എന്ന നിലയിൽ തന്നെ ഇതിന്മേലുള്ള പ്രതീക്ഷകൾ വാനോളമാണ്. ജൂലൈ 9-നായിരുന്നു ചിത്രത്തിന്റെ ഔദ്യോഗിക പൂജാ ചടങ്ങുകൾ നടന്നത്. നിതീഷ് സഹദേവും അനുരാജ് ഓബിയും ചേർന്ന് തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്നത് പ്രശസ്ത ഛായാഗ്രഹകൻ ജിംഷി ഖാലിദാണ്. വാർത്താപ്രചരണം നിർവഹിക്കുന്നത് വൈശാഖ് സി വടക്കേവീടും ജിനു അനിൽകുമാറുമാണ്. ആദ്യ ചിത്രമായ ഫാലിമിയിലൂടെ തന്നെ മലയാളത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്താൻ നിതീഷ് സഹദേവിന് സാധിച്ചിരുന്നു. കുടുംബ പ്രേക്ഷകരെയും ചെറുപ്പക്കാരെയും ഒരേപോലെ തിയേറ്ററുകളിലേക്ക് ആകർഷിച്ച കോമഡി ഫാമിലി ഡ്രാമയായിരുന്നു ഫാലിമി. അതിനുശേഷം തമിഴിലേക്ക് കടന്ന അദ്ദേഹം തലൈവ തമ്പി തലൈമയിൽ എന്ന വൻ സൂപ്പർ ഹിറ്റും സമ്മാനിച്ചു. അങ്ങനെ തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷം നിതീഷ് വീണ്ടും മലയാളത്തിൽ മമ്മൂട്ടിയുമായി ഒന്നിക്കുമ്പോൾ തിയേറ്ററുകളിൽ മറ്റൊരു അത്ഭുതം പ്രതീക്ഷിക്കാമെന്ന ഉറപ്പിലാണ് സിനിമാ സ്നേഹികൾ. ആരാധകരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ വ്യത്യസ്തമായ പ്രമേയമാണ്. തിരുവനന്തപുരം പശ്ചാത്തലമാക്കിയുള്ള ഒരു ലോക്കൽ ഗ്യാങ്സ്റ്ററിന്റെ കഥയാണ് ഈ ചിത്രം പറയുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നിതീഷ് സഹദേവ് മമ്മൂട്ടിയോട് കഥ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അതീവ സന്തുഷ്ടനായിരുന്നു. സമ്പൂർണ്ണ ആക്ഷൻ എന്റർടൈനർ യോണറിലാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എന്ന് സംവിധായകൻ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞു. മമ്മൂട്ടിയുടെ മാസ് ഗ്യാങ്സ്റ്റർ ലുക്കുകൾ എന്നും തിയേറ്ററുകളിൽ തീ പടർത്തിയിട്ടുള്ളതിനാൽ തിരുവനന്തപുരം സ്ലാങ്ങിലുള്ള ഒരു ഗ്യാങ്സ്റ്റർ അവതാരത്തെ കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. സമീപകാലത്തായി വേറിട്ട കഥാപാത്രങ്ങളെയും സാക്ഷികളെയും തിരഞ്ഞെടുക്കുന്നതിൽ മമ്മൂട്ടി കാണിക്കുന്ന വൈഭവം പ്രശംസനീയമാണ്. ധനുഷ് പ്രധാന വേഷത്തിലെത്തുന്ന വലിയ ഹൈപ്പിലുള്ള ഓം സിനിമയുടെ ചിത്രീകരണം ദിവസങ്ങൾക്ക് മുമ്പാണ് മമ്മൂട്ടി പൂർത്തിയാക്കിയത്. അതിനു പിന്നാലെ യാതൊരു ഇടവേളയുമില്ലാതെ പുതിയ ചിത്രത്തിന്റെ സെറ്റിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണെന്നാണ് കാണിക്കുന്നത്. കാരൈക്കുടിയിലെ ആദ്യ ഷെഡ്യൂളിന് ശേഷം ചിത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ മറ്റു പ്രധാന ലൊക്കേഷനുകളിൽ പൂർത്തിയാക്കാം. മമ്മൂട്ടി കമ്പനി എന്ന ബ്രാൻഡും നിതീഷ് സഹദേവ് എന്ന യുവ സംവിധായകന്റെ മേക്കിങ്ങും രീതിയും ചേരുമ്പോൾ മലയാളത്തിന് മറ്റൊരു വൻ ഹിറ്റ് ഉറപ്പാണെന്ന് സിനിമാ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മാസ് ആക്ഷനും അനുയോജ്യമായ വിനോദ ഘടകങ്ങളും ചേരുന്ന ഈ പ്രൊജക്ട് മമ്മൂട്ടിയുടെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായി മാറും. കാരൈക്കുടിയിലെ ചിത്രീകരണം പുരോഗമിക്കുന്ന ഈ ചിത്രത്തിന്റെ പേരും മറ്റ് അഭിനേതാക്കളുടെ വിവരങ്ങളും വരും ദിവസങ്ങളിൽ അണിയറ പ്രവർത്തകർ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്തെ ലോക്കൽ ഗ്യാങ്സ്റ്ററായി മമ്മൂട്ടി സ്ക്രീനിൽ തകർത്താടുന്നത് കാണാൻ നിങ്ങളും കാത്തിരിക്കുകയല്ലേ? ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ താഴെ കമന്റ് ചെയ്യുക. പുതിയ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.